ഇന്നത്തെ വചനചിന്ത, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് ദൈവം പ്രവർത്തിക്കും. മനുഷ്യർ താങ്കളെ ഒഴിവാക്കുമ്പോൾ ദൈവം താങ്കളെ ചേർത്ത് പിടിക്കും. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്ന് പുതിയ തുടക്കം നൽകാൻ ദൈവത്തിന് കഴിയും. താങ്കളുടെ മേലുള്ള വാഗ്ദത്തം നിറവേറുവാൻ, ദർശനം നിറവേറുവാൻ താങ്കൾ അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഭക്തനായ യോസേഫിനെ പോലെ സഹോദരങ്ങൾ കൈവിടാം, അപവാദങ്ങളേൽക്കാം, ചെയ്യാത്ത കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെടാം. സഹനത്തോടെ വിശ്വസ്തയോടുകൂടെ നിന്നാൽ വാഗ്ദത്തം പ്രാപിക്കാം. ദൈവം താങ്കൾക്ക് ചുറ്റുമുള്ളതിൽ നിന്നും സ്വസ്ഥത നൽകും. ഒരു ശത്രുവിനും താങ്കളെ തൊടുവാനോ താങ്കളുടെ മുമ്പിൽ നിൽപ്പാനോ ദൈവം അനുവദിക്കുകയില്ല. താങ്കളുടെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം താങ്കളെ വിടുവിക്കും. ദൈവം താങ്കളുടെ കയ്യിൽ സകല ശത്രുക്കളെയും ഏൽപ്പിക്കും. ദൈവത്തിൻ്റെ സന്നിധിയുടെ മറവിൽ താങ്കളെ ദൈവം മറയ്ക്കും. ആഴിയുടെ ആഴത്തിൽ ദൈവജനത്തിനു വേണ്ടി വഴി തുറക്കുന്ന ദൈവം താങ്കൾക്ക് വേണ്ടി വഴി തുറപ്പാൻ ശക്തനാകുന്നു. താങ്കളുടെ മേലുള്ള വാഗ്ദത്തം വലുതാണെങ്കിൽ പ്രതികൂലവും അത്രത്തോളം വലുതായിരിക്കും. ഒരു വലിയ ജനതയെ വെടിവെപ്പാൻ വാഗ്ദത്തം ലഭിച്ച ഭക്തനായ മോശയ്ക്കെതിരായി വന്നത് ഫറവോൻ്റെ ഒരു വലിയ സൈന്യം തന്നെയായിരുന്നു. പ്രതികൂലങ്ങൾ വലുതെന്ന് കാണുമ്പോൾ ഒന്ന് ഓർക്കുക, താങ്കളുടെ വിടുതലും വലുതായിരിക്കും. മറ്റാരും കാണാതെ ദൈവസന്നിധി താങ്കൾ കണ്ണുനീരൊഴുക്കുകയാണോ എങ്കിൽ ആ കണ്ണുനീരിന് ഉറപ്പായും പ്രതിഫലം ലഭിക്കും. ഒരിക്കൽ താങ്കൾ കണ്ണുനീരോടുകൂടെ വിതച്ചത് താങ്കൾ ഇനി ആർപ്പോടെ കൊയ്യും. താങ്കളുടെ ജീവിത സാഹചര്യങ്ങൾ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. ശൂന്യതയിൽ നിന്നും ദൈവം താങ്കളെ ഉയർത്തും. നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം താങ്കളെ മാനിക്കും. താങ്കളെ മറന്നവർ താങ്കളെ ഓർക്കുവാൻ ഇടയാകും. ദൈവം ഒരു നാളും താങ്കളെ കൈവിടുകയില്ല. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാം തിരുവചനം വായിക്കുമ്പോൾ, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്ന് കാണപ്പെടുന്നുണ്ട്. താങ്കളുടെ കഷ്ടത ഓർക്കുന്ന, വേദനയെ ഓർക്കുന്ന, ഒറ്റപ്പെടലിനെ ഓർക്കുന്ന, നിന്ദയെ ഓർക്കുന്ന സർവശക്തനായ ദൈവമാണ് താങ്കളുടെ കരം പിടിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? പിന്നെ എന്തിനാ വിഷാദത്തോടു കൂടി ഇരിക്കുന്നത്? താങ്കളെ ഓർക്കുന്ന, താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയുന്ന കർത്താവ് തക്ക സമയം താങ്കൾക്ക് വേണ്ടി ഉത്തരം നൽകി താങ്കളെ ശ്രേഷ്ഠമായി മാനിക്കും. യെശയ്യാപ്രവചന പുസ്തകം 49-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. എന്തിനാ സങ്കടപ്പെടുന്നത്? ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ തോന്നുമ്പോൾ ദൈവം കൂടെയുണ്ട്. ആരുമില്ല എന്ന് തോന്നുമ്പോൾ ദൈവം കൂടെയുണ്ട്. ദൈവം മുമ്പാകെ കരയണം. കർത്താവ് കൈവിടുകയില്ല. സങ്കടം മാറ്റാൻ ദൈവം കൂടെയുണ്ട്. മനുഷ്യർ ഒറ്റപ്പെടുത്താം, വേദനിപ്പിക്കാം, തള്ളിക്കളയാം. എന്നാൽ പതറിപ്പോകരുതേ. അവയെല്ലാം ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുക. വാഗ്ദത്തം നിവർത്തീകരിപ്പാനായി കാത്തിരിക്കുക. ഭക്തനായ യോസേഫിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിപ്പാനായി രാജാവ് ആളയച്ച് ഭക്തനായ യോസേഫിനെ വിളിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ദൈവം പൊട്ടക്കിണറും പ്രതീക്ഷിക്കാത്ത നിന്ദയും കാരാഗൃഹവും അനുവദിക്കുന്നത് അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. ഹന്നയ്ക്ക് പെനീനയുടെ കുത്തുവാക്ക് അനുഗ്രഹമായിരുന്നു. ദൈവസന്നിധിയിൽ ഹൃദയം പകരുവാൻ, അഭിഷേകമുള്ള തലമുറയിൽ ലഭിപ്പാൻ ഒരു കണ്ണുനീരിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, കുത്തുവാക്കിൻ്റെ അനുഭവത്തിലൂടെ ഹന്നയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, ലോകം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ദൈവം എഴുതി തുടങ്ങും. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. എല്ലാം അവസാനിച്ചു, ഇനി മുന്നോട്ടൊരു വഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നേവരെ കാണാത്ത പുതിയ വാതിൽ ദൈവം തുറക്കുവാൻ ശക്തനാണ്. അനുഭവം കൊണ്ട് വിളിച്ചു പറയാം, പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കും. ആകയാൽ വിശ്വാസത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ യേശുവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് വിശ്വാസത്തോടെ ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.